അവിടെ വരെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അല്പം അതിരുവിടുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. നോക്കുകൂലി നൽകാത്തതിന് യൂണിയൻ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. വെള്ളറട സ്വദേശി സുനിൽകുമാറിനെയാണ് BMS INTUC CITU പ്രവർത്തകർ ഒരുമിച്ച് മർദ്ദിച്ചത് എന്നാണ് പരാതി. കഴിഞ്ഞ 6 മാസമായി യൂണിയൻ പ്രവർത്തകർ നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും ലേബർ ഓഫീസിൽ പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. വെള്ളറട ദേവി ആശുപത്രിയിൽ ചികിത്സയിലാണ് സുനിൽ. വെള്ളറട പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. സുനിലിനെ ഇവർ മർദ്ദിക്കുന്നുണ്ടോ നോക്കാം. വണ്ടി വന്നോട് ഒരുപാട് സമയം കിടന്നിട്ടുണ്ട്. നിങ്ങൾ ആരും വന്നില്ല. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമല്ല. അല്ല വിളിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചോദിക്കും വന്നവരടുത്ത് ചോദിക്കും. വിളിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവിടെ വന്നവരടുത്ത് കേക്കി അല്ലെ നിങ്ങൾ എന്നെ അടിച്ചിട്ട് പോയി. വന്നവരടുത്ത് ഉണ്ടായിരുന്നല്ല എന്ന് പറഞ്ഞാൽ വന്ന് വിളിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വന്ന് വിളിക്കണം കാർഡ് പോലും എല്ലാം വേണം. എന്തൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ മാന്യമായി ലോഡിംഗ് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. INTUCയിലും CITUയിലും BMSലും ഉണ്ട്. അവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം മനുഷ്യർ പണിയെടുത്ത് ജീവിച്ചൂടെ എന്നല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. ആ ദൃശ്യങ്ങൾ എത്രമാത്രം അസ്വസ്ഥകരമായ ദൃശ്യങ്ങളാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നോക്കുകൂലി നൽകാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു എന്നാണ് സുനിൽകുമാർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ സുനിൽകുമാറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം, പിടിച്ച് തള്ളുന്നത് കാണാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാത്രമല്ല ഈ ട്രേഡ് യൂണിയൻ്റെ ആളുകളെല്ലാവരും അവിടെ യൂണിയൻ്റെ ആൾക്കാരെല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതും നമുക്ക് കാണാം. ഇതിലെല്ലാവരും ഉണ്ട് കേട്ടോ. BMS ഉണ്ട്, INTUC ഉണ്ട്, CITU ഉണ്ട് എന്നുള്ളതാണ്. നോക്കുകൂലി വീണ്ടും വലിയ വാർത്തയായി മാറുന്നു. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സുനിൽകുമാർ പറയുന്നത് സുനിൽകുമാറിനെ മർദ്ദിച്ചു എന്നാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ സുനിൽകുമാർ വന്ന് വീഴുന്നത് കാണാം, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത് കാണാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം അരുൺ സോളമൻ? അരുൺ, ആ ദൃശ്യങ്ങൾക്കപ്പുറം ഏറെ വേദനജനകമായിട്ടുള്ള ഒരു ജീവിതമാണ് സുനിൽ നയിച്ചു വരുന്നത്. കാരണം 2023 ഫെബ്രുവരി മാസം സുനിലിൻ്റെ ഇടത് കണ്ണിൽ ഒരു പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് 2 ഓപ്പറേഷൻ നടന്നിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പ്രധാനമായും അദ്ദേഹം ഒരു ഫെൻസിങ് തൊഴിലാളിയായിരുന്നു. ആ ഒരു തൊഴിൽ എടുക്കുന്നതിന് സമയത്ത് ഒരു കമ്പി കണ്ണിൽ കുത്തി കയറുകയായിരുന്നു. അതിനെ തുടർന്ന് ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ കണ്ണിൽ ഇപ്പോഴും ഈ സ്റ്റിച്ച് ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റിച്ച് എടുത്ത് മാറ്റാൻ കഴിയില്ല. ആ സൈഡിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ മർദ്ദിച്ചിരിക്കുന്നത്. ഒരു കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് അങ്ങനെ ഈ ഫെൻസിങ് തൊഴിൽ എടുക്കാൻ കഴിയാതെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി ഒരു കടയിടണം എന്നൊരു ആഗ്രഹവുമായിട്ട് അദ്ദേഹം യൂണിയൻ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ വായ്പ എടുത്തുകൊണ്ടാണ് 1 വർഷത്തിന് മുന്നേ ഈ കട ആരംഭിച്ചത്. ഈ നിലവിൽ ഈ വെള്ളറട കിളിയൂർ അരുവാട്ടുകോണത്താണ് ഇദ്ദേഹത്തിൻ്റെ കട ഈ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ യൂണിയൻകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ വളരെ നന്നായിട്ട് തന്നെ കടയുടെ പ്രവർത്തനങ്ങൾ നന്നായി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഓണം സമയത്ത് ഒരു 25,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥലത്തിലെ പ്രധാനപ്പെട്ട ഈ 3 തൊഴിലാളി യൂണിയനിലെ പ്രവർത്തകർ മുന്നോട്ട് വന്നത്. അന്ന് സുനിൽ പറഞ്ഞത് 25,000 രൂപ എടുക്കാനായിട്ട് തൻ്റെ കൈവശമില്ല, എന്തായാലും ഒരു 5,000 രൂപ തരാം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും അത് വാങ്ങിയില്ല എന്നുള്ളതാണ് സുനിൽ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിനുശേഷം നിരന്തരമായിട്ട് ഇദ്ദേഹത്തെ ഈ ലോഡ് വരുന്ന സമയങ്ങളിലൊക്കെയും ഇദ്ദേഹത്തെ ഈ പലപ്പോഴും അസഭ്യ വർഷം പലപ്പോഴും ഇദ്ദേഹത്തിനെതിരെ എടുക്കുകയും ഈ മർദ്ദിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നുപോയിരുന്നു. ഇതിനെ ചൊല്ലി അദ്ദേഹം ഈ ലേബർ ഓഫീസിൽ പരാതി നൽകി. ലേബർ ഓഫീസിൽ നൽകിയ നിർദ്ദേശം ഈ കടയുടെ ഈ കോമ്പൗണ്ടിനകത്ത് ലോഡ് വന്നു കഴിഞ്ഞാൽ യൂണിയൻ പ്രവർത്തകരെ വിളിക്കേണ്ട ആവശ്യമില്ല, ലോഡ് ഇറക്കാൻ നിങ്ങൾക്ക് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഇറക്കാം എന്നൊരു നിർദ്ദേശം സുനിലിന് നൽകിയിരുന്നു. അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കടന്നുപോയത്. പക്ഷേ ഇന്നലെ വന്ന് ഈ തൊഴിലാളികൾ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും CITUവിൻ്റെയും INTUCൻ്റെയും BMSൻ്റെയും തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലെ BMSലെ നിജു എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണ് ഇദ്ദേഹത്തിൻ്റെ കരണത്ത് മർദ്ദിക്കുകയും ആ ഭാഗത്ത് അദ്ദേഹത്തിന് ബ്ലഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഈ
വെള്ളറടയിലുള്ള സ്വകാര്യ ആശുപത്രിയായ ദേവി ആശുപത്രിയിൽ ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. നിലവിൽ ഇദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളറട പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 10 ലക്ഷം രൂപയുടെ വായ്പ, KSFയിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ 2 ചിട്ടി, ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചുകൊണ്ട് ജീവിതത്തിലെ 2 പെൺകുട്ടികളെ പഠിച്ച് അവരുടെ ജീവിതമാർഗം കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കടയൊക്കെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ജീവിതത്തിൻ്റെ ഒരു കണ്ണിൽ കാഴ്ച ഇല്ലെങ്കിലും മറുകണ്ണിലെ കാഴ്ച കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ CITUവിൻ്റെയും BMSൻ്റെയും അതുപോലെ തന്നെ ഈ തൊഴിലാളികൾ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഈ ലോഡ് ഇറക്കുന്ന സമയങ്ങളിൽ തന്നെ ഇവർ കൃത്യസമയത്ത് എത്താറില്ല. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അരമണിക്കൂർ ഈ വണ്ടി വന്ന് അരമണിക്കൂറിന് ശേഷം ലോഡ് ഇറക്കി കഴിയുമ്പോഴാണ് ഇവർ വരുന്നത്. ആ ഒരു അവസരത്തിൽ ഈ സുനിൽ പറയുന്നുണ്ട്, ലോഡ് ഇറക്കി കഴിഞ്ഞു, ഇത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് സുനിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ലോഡ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം വന്ന് പൈസ ചോദിക്കുന്ന ഒരു സമീപനം ഈ യൂണിയൻകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ആ കാര്യത്തിൽ എതിർത്തൊരു അഭിപ്രായം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പണിയെടുത്ത് ജീവിച്ചൂടെ എന്നാണ് ചില പ്രേക്ഷകർ ചോദിക്കുന്നത് അരുൺ. മാത്രമല്ല, ഈ പരിക്ക് പറ്റിയ ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി, അദ്ദേഹം KSFയിൽ നിന്ന് ലോൺ എടുത്ത് ഒരു കട തുടങ്ങുന്നു. അവിടെ സാധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻകാർ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. അവർക്ക് 25,000 രൂപ വേണമെന്ന് പറയുന്നു, അത് കയ്യിലില്ല എന്ന് പറയുന്നു. 5,000 രൂപ തരാമെന്ന് പറയുന്നു, അത് പോരാ എന്ന് പറയുന്നു. പിന്നീട് അവർ ഈ ലോഡ് ഇറക്കുന്ന സമയത്ത് അവിടെ എത്താതെ നോക്കുകൂലി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്വന്തം കേരളം തന്നെയല്ലേ? എത്ര തവണ മുഖ്യമന്ത്രി പറഞ്ഞു, എത്ര തവണ നേതാക്കന്മാർ പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു നോക്കുകൂലി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് കേട്ടോ, പുല്ലുവില. ഇവരെയൊക്കെ സമൂഹം ഒരുമിച്ചാണ് നേരിടേണ്ടത്. എന്തായാലും വെള്ളറടയിലെ ഈ സംഭവം അധികാരികളുടെ കണ്ണ് ഇനിയെങ്കിലും തുറക്കുമോ എന്നുള്ളതാണ്. ആ കണ്ണിൽ ചില കണ്ണ് എന്നേക്കുമായി അടഞ്ഞുപോയതാണ് എന്നാണ് തോന്നുന്നത്. ലേബർ യൂണിയനിലേക്ക് പരാതി കൊടുത്തിട്ട് ഒരനക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BMSൻ്റെയും INTUCയുടെയും CITUടെയും പ്രവർത്തകർ ഇക്കൂട്ടത്തിലുണ്ട് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ അല്ല, 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കന്മാർ, സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ, ഈ പറയുന്ന വെള്ളറടയിലെ ഈ ഗുണ്ടകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സാധാരണ ലോഡിംഗ് തൊഴിലാളികൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. അവരൊക്കെ നമ്മളെ സഹായിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവിടെയാണ് ഈ നോക്കുകൂലിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തന്നെ തൊഴിലാളിയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ, അയാളൊരു ചെറിയ കട തുടങ്ങാൻ പോയതാണ്, 10 ലക്ഷം രൂപ വാടകയ്ക്കെടുത്ത്. അയാൾക്ക് ഈ കരണകുറ്റിക്ക് അടി കൊടുത്ത് അയാളുടെ കണ്ണിൽ ഇപ്പോൾ ചോര വന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. മനുഷ്യരെങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ സർക്കാർ കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാം ശരിയാവും എന്നാണല്ലോ പറഞ്ഞത്, ഒന്നും ശരിയായിട്ടില്ല എന്നാണിപ്പോൾ ബോധ്യമാവുന്നത്. മിനിമം സുനിൽകുമാറിൻ്റെ കാര്യത്തിലെങ്കിലും ഇടപെടണം, സർക്കാരുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. വലിയ വർത്തമാനങ്ങൾ പറഞ്ഞാൽ പോരാ, വലിയ പ്രസ്താവനകൾ നടത്തിയാൽ പോരാ. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് നീതി കൊടുക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണം. അതിനാണല്ലോ നമ്മുടെ ലേബർ ഓഫീസൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രി ഈ വിഷയത്തിൽ അത്യാവശ്യമായിട്ട് ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തെറ്റായ സന്ദേശം കൊടുക്കും. പാർട്ടിയുടെ നിലപാട് അതല്ലല്ലോ, സംഘടനകളുടെ നിലപാട് അതല്ലല്ലോ. പിന്നെന്താണ് ഇത്ര വിഷമം? ഈ കാര്യത്തിൽ ഇടപെടാൻ സർക്കാർ തീർച്ചയായിട്ടും ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.